നമ്മൾ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് യു പിയിലെ സംഭവവികാസങ്ങളെ കുറിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തെ കുറിച്ച് അതിനോട് കോൺഗ്രസ് പുലർത്തുന്ന സമീപനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ 4 തെറി പറയണമെന്ന് പറഞ്ഞാൽ എന്ത് പൊളിറ്റിക്സ് ആണ് അതിലുള്ളത്? നമ്മൾ വിഷയത്തിലേക്ക് നമ്മൾ മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയുടെ വികസനം, ലീഗ് മന്ത്രിമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലോക്സഭാംഗങ്ങളുടെ പ്രവർത്തനം, അത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോഴല്ലേ സാധനം വരിക. പറഞ്ഞതിലൂടെ ഒരു മറുപടി ഉണ്ട്. ലോകത്തിലുള്ള മുഴുവൻ പേരെയും നിങ്ങൾക്ക് പറ്റിക്കാം. നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? എനിക്ക് തന്നെ ബോധ്യമില്ലാത്ത കുഞ്ഞാലിക്കുട്ടിയും കൂടി ചേർന്നിട്ട് ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കാം. അവർ തമ്മിൽ ചർച്ച നടത്തിയില്ല എന്ന് നിങ്ങൾ തെളിയിക്കാമെങ്കിൽ ഞാൻ എന്റെ ഇതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അസംബന്ധമായ പ്രസ്താവന. എന്തുകൊണ്ടാ? ചർച്ച നടത്തിയിട്ടില്ല എന്നാണോ തെളിയിക്കേണ്ടത്? ചർച്ച നടത്തി എന്നാണോ തെളിയിക്കേണ്ടത്? കുഞ്ഞാലിക്കുട്ടിയും കൂടി ചർച്ച നടത്തിയതിന്റെ തെളിവിങ് കൊണ്ടുപോവാ. കഴിഞ്ഞ 18-ാം തീയതി വളാഞ്ചേരിയിൽ ഫൈസലിന്റെ വസതിയിൽ ചർച്ച നടത്തി എന്നുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. ആ വസ്തുതകൾ തെറ്റാണ് എങ്കിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഇനി പിടിച്ചുകൊണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളെ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോളൂ ഷാനി, ഇത് ഞാൻ അവതരിപ്പിച്ച സമയത്ത് ആദ്യം ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങൾ പൊതുവേദിയിലാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ വെച്ച് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോഴാണ് കണ്ടതെന്നാണ്. വീടിന്റെ പടിവരെ എത്തി. ഞാൻ ഉന്നയിച്ചിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ഇന്ന സമയത്ത് അവിടെ കൂടി ഇന്ന ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു. ആ ഫസൽ ഗഫൂർ ഈ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. വഹാബും ഇവരും 3 പേരാണ് പങ്കെടുത്തത്. ഇത് വസ്തുനിഷ്ഠമായി ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഈ ആക്ഷേപത്തിന് പൊതുവായ രീതിയിൽ വെറുതെ ഇങ്ങനെ എന്ത് തെളിവുകൊണ്ടല്ല എന്റെ ഒരു മിനിറ്റ്, ഞാൻ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോ ആ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തി ഒരു നോട്ടീസ് തരാനുള്ള ധൈര്യമുണ്ടോ മിസ്റ്റർ സുരാജ്? താങ്കളെ പോലുള്ള ആളുകൾ കൈയ്യടി കിട്ടാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ ജാട വർത്താനം പറയുന്നത് പകരം എന്നോട് ഞാൻ സൂചിപ്പിക്കുന്നത് എനിക്കെതിരായി ഒരു നോട്ടീസ് തരാൻ. ഒരു മിനിറ്റ്, അതിനുള്ള മറുപടി വന്നു. ഈ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ജാട വർത്താനം പറയുന്ന ആരാന്ന് ഈ സമീപകാലത്തെ സംഭവങ്ങൾ നോക്കിയാൽ നമുക്കറിയും. നമ്മുടെ സംവിധായകൻ കമലിന്റെ വിഷയത്തിലും താങ്കളെ പോലുള്ള ആളുകൾ ലോ അക്കാദമിയിൽ സമരം നടന്നപ്പോ ഒളിച്ചുപോയ ആളാണ് സുരാജ്. കാരണം ലോ അക്കാദമി സ്റ്റുഡന്റ് ആ പ്രദേശത്ത് കാണാതെ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ പറ്റിച്ച് ഒളിച്ചുപോയി കുറെ നാളത്തിന് ശേഷം രംഗത്ത് വന്നിട്ടുള്ള ആളാ. എന്നിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഇടയ്ക്കേറിട്ട് കണകുണ പറയും. അത് പറഞ്ഞു ഇല്ലല്ല, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടെ. നിങ്ങളുടെ ഭാഷ അത് തന്നെ പറയാം. അല്ലല്ല, അയാൾ ഞാൻ ഇടയ്ക്ക് പറയാം, ഞാൻ പറയുന്നില്ലല്ലോ. അയാൾ എന്ന് പറഞ്ഞാൽ ആ ആൾ, പിന്നെ നിങ്ങൾ ആളല്ല ദൈവ. അയാൾ തന്നെ പറയാം. അല്ലല്ല, വീട്ടിൽ പറഞ്ഞാൽ താൻ തന്റെ വീട്ടിൽ പോയി പറയാം. വീട്ടിൽ പോയി പറയാം. മര്യാദക്ക് പറയണം, മനസ്സിലായോ? മര്യാദക്ക് പറയണം, വീട്ടിൽ പോയി പറയണം.